ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് എല്ലാം പഠിച്ചു. അതായത് നമ്മൾ സ്റ്റീൽ ബീംസ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് എല്ലാം നോക്കി. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ പ്രോബ്ലംസിലോട്ട് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിസൈൻ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം 5 meter span to carry a reinforced concrete floor to support a UDL live load of 20 kN per meter and dead load 20 kN per meter. The compression flange of beam is laterally supported throughout the length. Okay, so Fe14 grade steel ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് സിമ്പിളാണ് സത്യം പറഞ്ഞാൽ ബീംസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആ സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്യുക. ആൻഡ് ചെറിയ ചെറിയ ഡിഫറൻസ് 2-3 പ്രോബ്ലം, ഇപ്പോൾ നമ്മൾ ഒരു 3-4 പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസുകളേ വരുന്നുള്ളൂ. അതെന്താണെന്ന് ഞാൻ പറയാം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് സ്റ്റെപ്പ് വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇവിടെ ലാറ്ററലി സപ്പോർട്ടഡ് ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ആൻഡ് ഗിവൺ തിങ്സ്, ഫസ്റ്റ് നിങ്ങൾ ഇവിടെ ഞാൻ ഗിവൺ തിങ്സ് എഴുതിയിട്ടില്ല, ബട്ട് നിങ്ങൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഗിവൺ ഡേറ്റാസ് എല്ലാം എടുത്ത് എഴുതുക. ഓക്കെ, ആൻഡ് ദെൻ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഇതായിരുന്നു നമ്മുടെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഡ് കാൽക്കുലേഷൻ ആയിരുന്നു അല്ലേ. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് ടോട്ടൽ ലോഡായിരിക്കും തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലോഡ് ഇട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് വേണ്ട, ഡയറക്റ്റായിട്ട് നമുക്ക് ഗിവൺ ഡേറ്റ് എഴുതിയിട്ട് അങ്ങ് പോകാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഇവിടെ ഡെഡ് ലോഡാണ് തന്നിട്ടുള്ളത്. ലൈവ് ലോഡ് തന്നിട്ടുണ്ട് 20 kN per meter. ദെൻ ഡെഡ് ലോഡും 20 kN per meter ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് ലൈവ് ലോഡ് പ്ലസ് ഡെഡ് ലോഡും ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് വെയ്റ്റും എടുക്കാം. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ ഞാൻ ടോട്ടൽ ലോഡ് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡാക്കി എടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഫാക്ടേർഡ് ലോഡ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? ഫാക്ടേർഡ് ലോഡ്. ഓക്കെ, നമ്മൾ ഫാക്ടേർഡ് ലോഡ് ഇട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബെൻഡിങ് മൊമെൻറ്റും അതുപോലെ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. സോ ഞാൻ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 16 kN per meter എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് 16 kN per meter എന്ന് കിട്ടി. ഓക്കെ, സോ ദെൻ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻ ആയിരുന്നു അടുത്തത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് WL²/8 ആണ് അല്ലേ. നമ്മളിത് ടിമ്പറിൻ്റെ ബീംസിൽ നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നതാണ്. ഒരു സിംപ്ലി സപ്പോർട്ട് ബീംസിൽ UDL വരുവാണെന്നുണ്ടെങ്കിൽ WL²/8 ആയിരിക്കും നമ്മുടെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ W എന്ന് പറയുന്നത് kN മീറ്ററിൽ നമുക്ക് കിട്ടുന്ന W ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് 16 ഇൻറ്റു എന്താണ് നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് 5 meter സ്പാൻ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇൻറ്റു 5² / 8. സോ യൂണിറ്റ് ഇടാൻ മറക്കരുത്. 187.5. സോ നമ്മൾ ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. സോ ഡെഡ് ലോഡ് ലൈവ് ലോഡ് കണ്ടുപിടിച്ചു, ഫാക്ടേർഡ് ലോഡ് ചെയ്തു, ദെൻ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചു. ബെൻഡിങ് മൊമെൻറ്റ് എന്തായിരുന്നു? WL²/8. ദെൻ നെക്സ്റ്റ് എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻ ആണല്ലേ. അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL എന്ന് പറയുന്നതിൻ്റെ ഷിയർ ഫോഴ്സ് എന്താണ്? WL/2. W എന്ന് പറയുന്നത് 16 kN per meter ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 5 meter / 2. അപ്പോൾ 150 kN എന്ന് കിട്ടി. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ലോഡ് കാൽക്കുലേഷൻ കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻ, അതും കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ചൂസ് ചെയ്തിട്ട് നമുക്കൊരു സെക്ഷൻ ചൂസ് ചെയ്യണമായിരുന്നു അല്ലേ. സോ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ZPZ = M gamma M0 / Fy. ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്ത് കൊടുക്കണമായിരുന്നു അല്ലേ. സോ നമ്മുടെ ZPZ റിക്വേർഡ് വിൽ ബി ഈക്വൽ ടു M എന്ന് പറയുന്നത് 187.5 ഇൻറ്റു നമുക്ക് ZPZ നമുക്ക് വേണ്ടത് mm³ അല്ലെങ്കിൽ cm³ സോ നമുക്ക് ആ ന്യൂട്ടനെ kN ആക്കണം, മീറ്ററിനെ mm ആക്കണം അല്ലേ. അതായത് kN മീറ്ററിനെ നമ്മൾ എന്താക്കണം? ന്യൂട്ടൺ mm ആക്കണം. അപ്പോൾ kN ന്യൂട്ടനാക്കാൻ 10³ മീറ്ററിനെ mm ആക്കാൻ 10³ അങ്ങനെയാണ് മൊത്തത്തിൽ 10⁻⁶ എന്ന് വന്നത്. ഓക്കെ, 187.5 ഇൻറ്റു 10⁻⁶ ഇൻറ്റു ഗാമ M0ൻ്റെ വാല്യൂ നമുക്കറിയാം 1.1 / Fy എന്ന് പറയുന്നത് 250. അതാണ് നമ്മുടെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് റിക്വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, mm³ നമുക്ക് കിട്ടുന്നത്. നമുക്ക് അനക്സ് H എന്നാണ് ഇനി വാല്യൂ എടുക്കാനുള്ളത്. ഓക്കെ, അതിൽ cm³ എന്തിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത്? പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ വാല്യൂ കൊടുത്തിട്ടുള്ളത്. സോ ഞാനതിനെ ഇൻറ്റു 10⁻⁻³ ചെയ്ത് cm³ ആക്കിയിട്ടുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് ഇതിൻ്റെ നിന്നും ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂ ചൂസ് ചെയ്യണം. എന്നിട്ട് അതാണ് നമ്മളുടെ സെക്ഷനായിട്ട് എടുക്കാനുള്ളത്. അപ്പം ഈ ZP എന്താണ് റിക്വേർഡ് നമുക്ക് 825 cm³ എന്നാണ് കിട്ടിയത്. സോ നമ്മൾ എവിടെ പോകണം? അനെക്സ് എച്ചിൽ പോകണം അല്ലേ. അനെക്സ് എച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ പേജ് നമ്പർ 138 ആണ്. അതിൽ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആണ്. നിങ്ങൾക്ക് ആ ടേബിൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ ടേബിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ 8 ആ ഒരു വാല്യൂവിന് ഇപ്പോൾ ഇവിടെ 120 ഇവിടെ 400 ഇങ്ങോട്ട് കൂടിക്കൂടി പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ 825 ആണ് ഒരു വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ 851 ആണ് നമുക്ക് കിട്ടിയ വാല്യൂവിൻ്റെ നിന്നും ഹയർ ആയിട്ടുള്ള വാല്യൂ ഇവിടെ വന്നിട്ടുള്ളത്. സോ അതിന് നേരെ കിടക്കുന്നത് ISLB 851 നേരെ കിടക്കുന്നത് ISMB 330 ആണെന്ന് തോന്നുന്നു കറക്റ്റിന്. ഓക്കെ, ഇതിന് നേരെ കിടക്കുന്ന വാല്യൂ ഏതാണോ അത് ചൂസ് ചെയ്താൽ മതി. നമുക്ക് ഹയർ ആയിട്ടുള്ളൊരു പെർട്ടിക്കുലർ വാല്യൂ ISMB 400 ആണെന്ന് തോന്നുന്നു അല്ലേ. സോ ഓക്കെ, നമ്മൾ ISLB 350 ആയിരുന്നു. അതായത് 825 cm³ ഹയർ ആയിട്ട് കിടന്ന വാല്യൂ നമ്മൾ 851 പോയിൻറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിറ്റിന് വന്നത് ISLB 350 ആയിരുന്നു. എനിക്കിത് ഇപ്പം ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് കറക്റ്റിന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാണ്ടിരുന്നത്. നിങ്ങളുടെ അനെക്സ് എച്ചിൻ്റെ അത് കാരണം സ്കാൻഡ് കോപ്പി ക്ലിയർ അല്ല അത്രയ്ക്ക്. സോ നിങ്ങളുടെ പേജ് നമ്പർ 138 IS കോഡ് എടുത്ത് വെച്ച് നോക്കുക. ഓക്കെ, 825 cm നോക്കാനായിട്ട് പാടൊന്നുമില്ല. നമ്മളുടെ എന്താണ് സെക്ഷൻ മോഡുലസ് നമുക്കിവിടെ ഉണ്ട് അല്ലേ. ഇതാണ് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഉണ്ട്. അതായത് ഈ ടേബിളാണ്. ഈ വാല്യൂസ് നോക്കി വയ്ക്കുക. നമ്മളുടെ വാല്യൂ നമുക്ക് കിട്ടിയ ZP ഇതിനേക്കാൾ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഹയർ ആയിട്ട് നിൽക്കുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് വന്നത് 851 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കിടക്കുന്നത് ഏതാണെന്ന് നോക്കുക. സോ ISMB 350 ആണ്, അത് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഓക്കെ നമ്മൾ ISLB 350 ചൂസ് ചെയ്തു. ആൻഡ് ഇനി നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ നിന്ന് തന്നെ എഴുതാം. അതായത് ഹൈറ്റ്, ടോട്ടൽ ഡെപ്ത്ത് 350 ആണ്. ദെൻ വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഞ്ച്, തിക്നെസ് ഓഫ് ദ ഫ്ലാഞ്ച്, തിക്നെസ് ഓഫ് ദ വെബ് RZ RY. അതേപോലെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസും ZEZും ZPZും ഇതെല്ലാം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, അനെക്സ് എച്ചിൽ നിന്ന് തന്നെ കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ IZEZും IYYയും. ദെൻ ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടോ R1 റേഡിയസ് റൂട്ട്, ഇത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടില്ല. എന്താണ് അനെക്സ് എച്ചിൽ നിന്ന് കിട്ടില്ല. ഇത് നിങ്ങൾക്ക് SP6 നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. സോ നിങ്ങൾ SP6 എടുക്കുക. അതിൽ ISLB 350 സെക്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, അത് എടുക്കുക. അതിൽ നിന്ന് IZEZും IYYയും റേഡിയസ് ഓഫ് ദ റൂട്ട് R1ൻ്റെയും വാല്യൂസ് എഴുതുക. ഓക്കെ, അത് എഴുതാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ SP6 എന്ന് വാല്യൂ എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, അതായത് ISLB 350യുടെ IZEZ IYYയും R1ൻ്റെയും വാല്യൂയും കൂടെ എഴുതുക. കാരണം നമുക്ക് അനെക്സ് എച്ചിൽ നിന്ന് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കിട്ടില്ല. അതുപോലെ SP6 നിന്ന് എന്തിൻ്റെയും വാല്യൂ കിട്ടില്ല, പ്ലാസ്റ്റിക് മോഡുലസിൻ്റെ വാല്യൂവും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും എടുത്തിട്ട് ഒരേ സെക്ഷൻ്റെ തന്നെ ആ വാല്യൂസ് അവിടെ നിന്ന് എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ SP6 നിന്നും അനെക്സ് എച്ചിൽ നിന്നുമായിട്ട് എടുക്കണം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? സെക്ഷൻ ക്ലാസിഫിക്കേഷൻ അല്ലേ. അതായത് പ്ലാസ്റ്റിക് ആണോ, എന്താണ് സെമി കോമ്പാക്റ്റ് ആണോ, കോമ്പാക്റ്റ് ആണോ എന്ന് ചൂസ് ചെയ്യണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്തൊക്കെയായിരുന്നു വേണ്ടത്? നമ്മളുടെ സ്റ്റെപ്പ് എടുക്കാം. സ്റ്റെപ്പിൽ നമുക്ക് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. സോ നമുക്ക് B/TF വേണം, D/TW വേണം. അതിൽ B എന്ന് പറയുന്നത് BF/2 ആയിരുന്നു അല്ലേ. ആൻഡ് D എന്ന് പറയുന്നത് അടുത്തത് D/TW, അതെന്ന് പറയുന്നത് D-2 × TF + R1 ആയിരുന്നു അല്ലേ. അതെങ്ങനെയാണ് വന്നതെന്ന് അറിയാമല്ലോ ആ ഇക്വേഷൻ. കാരണം നമുക്ക് വേണ്ട D എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനായിരുന്നു അല്ലേ. ഈ ഒരു സെക്ഷനായിരുന്നു നമുക്ക് വേണ്ടത് D എന്ന് പറയുന്നത്. അപ്പം ആ D കണ്ടുപിടിക്കാൻ നമുക്ക് ടോട്ടൽ ഇത് ഒന്നില്ലെങ്കിൽ D എന്ന് എടുക്കുക, അല്ലെങ്കിൽ H എന്ന് എടുക്കുക. രണ്ടും കറക്റ്റാണ്. D ആണെങ്കിൽ D എന്ന് ഡിനോട്ട് ചെയ്യുക, നിങ്ങൾ H ആണെങ്കിൽ H എന്ന് ഡിനോട്ട് ചെയ്യുക. D- അപ്പം ആ ഒരു ഡെപ്ത് കിട്ടാനായിട്ട് ഇത് രണ്ടും നമുക്ക് കുറയ്ക്കണം അല്ലേ. -2 × എന്താണ്
അത് ടി എഫ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു നമുക്കിവിടെ ചെറിയൊരു കർവീച്ചറുണ്ട് അല്ലേ, ഡയറക്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഐ പോലെ അല്ല ഇരിക്കുന്ന ചെറിയൊരു റേഡിയസിൽ അത് കേർവ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ നമ്മൾ മൈനസ് ചെയ്യണം. സോ പ്ലസ് എന്താണ് R1. ഇത്രയാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് അതിൽ B/TF കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ B എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് BF ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് നമുക്ക് അനക്സിച്ച് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 165. സോ 165/2. ഓക്കെ, ആൻഡ് അപ്പോൾ 82.5 mm നമുക്ക് കിട്ടി. ആൻഡ് B/TF എന്ന് പറയുന്നത് 82.5 ഡിവൈഡ് ബൈ TF നമ്മൾ അനക്സിച്ച് എന്ന് എഴുതിയിട്ടുണ്ട് 11.4. അപ്പോൾ നമുക്ക് കിട്ടിയത് 7.23 എന്നാണ് കിട്ടിയത്. ഇനി നമ്മൾ ഏത് സെക്ഷനാണെന്ന് നോക്കണം അല്ലേ, പ്ലാസ്റ്റിക് സെക്ഷൻ ആണോ, സെമി കോമ്പാക്റ്റ് ആണോ, കോമ്പാക്റ്റ് ആണോ നോക്കണം. അത് നമ്മൾ എവിടെയാണ് നോക്കുന്നത്? ടേബിൾ 2 പേജ് നമ്പർ 18. ഓക്കെ, അതിൻ്റെ ആദ്യത്തെ കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. ഞാനിവിടെ സ്കാൻ കോപ്പി വെച്ചിട്ടുണ്ട്. ടേബിൾ 2 പേജ് നമ്പർ 18. ഇതിൽ ഈ ആദ്യത്തെ കണ്ടീഷനാണ് നമ്മൾ നോക്കിയത്. റോൾഡ് സ്റ്റീൽ സെക്ഷൻ B/TF. ഓക്കെ, അത് 9.4 എഫ്സിലോൺ എന്ന് പറയുന്നത് നമുക്ക് ഒന്നില്ലെങ്കിൽ FY/250 അല്ലെങ്കിൽ 250/FY. സോ അതെന്ന് പറയുന്നത് FY ഓൾറെഡി 250 ആണെന്നറിയാം. സോ എഫ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? FY/250 ആണ്. സോ FY എന്ന് പറയുന്നത് 250 ആണെന്നറിയാം. സോ 250/251. അപ്പോൾ എഫ്സിലോൺ എന്ന് പറയുന്നത് 1 ആയിട്ട് പോകും അല്ലേ. സോ നമുക്ക് ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? B/TF. ഈ ഒരു കണ്ടീഷനാണ് നോക്കുന്നത്. B/TF എന്ന് പറയുന്നത് ലെസ് ദാൻ 9.4 എഫ്സിലോൺ ആണെങ്കിൽ പ്ലാസ്റ്റിക് സെക്ഷൻ, ലെസ് ദാൻ 10.5 എഫ്സിലോൺ ആണെങ്കിൽ, അതായത് ഈ 9.4നും 10.5നും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ കോമ്പാക്ട് സെക്ഷൻ, 10.5നും 15.7നും ഇടയിലാണെങ്കിൽ സെമി കോമ്പാക്ട് സെക്ഷൻ അല്ലേ. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. സോ നമുക്കിവിടെ കിട്ടിയ വാല്യൂ എത്രയായിരുന്നു? 8. നമുക്കിവിടെ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 7.23 ആയിരുന്നു അല്ലേ. 7.23 എന്ന് പറയുന്നത് 9.4നേക്കാൾ ചെറിയ വാല്യൂ ആണ്. സോ നമ്മുടെ സെക്ഷൻ എവിടെ പോവും? പ്ലാസ്റ്റിക് കണ്ടീഷനിൽ പോവും. സോ ആദ്യത്തെ കണ്ടീഷൻ അനുസരിച്ച് നമ്മളുടെ സെക്ഷൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സെക്ഷൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ ഏതാ നോക്കുന്നതെന്ന് പറഞ്ഞത് ഈ ന്യൂട്രൽ ആക്സിസ് അറ്റ് മിഡ് ഡെപ്ത്, ഈ ഒരു കണ്ടീഷനാണ് നോക്കുന്നത്. അതിൽ നമുക്ക് D/TW ആണ് വേണ്ടത് അല്ലേ. സോ ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. D = ക്യാപിറ്റൽ D അല്ലെങ്കിൽ H. ഞാനിവിടെ H എന്ന് ഡിനോട്ട് ചെയ്തത് കൊണ്ടാണ് ടോട്ടൽ ഡെപ്ത്. നിങ്ങൾ D ആയിട്ട് ഡിനോട്ട് ചെയ്താൽ മതി. എന്തായാലും ടോട്ടൽ ഡെപ്ത് മൈനസ് 2 × TF + R1. ഓക്കെ, എല്ലാത്തിൻ്റെയും വാല്യൂ നമുക്കറിയാം. R1 നമ്മൾ SP6 എന്ന് എടുക്കും. TFൻ്റെ വാല്യൂ എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ ഫ്ലാഞ്ച്, അത് നമുക്കറിയാം. H അല്ലെങ്കിൽ D അതെന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്ത്. അപ്പോൾ നമുക്ക് D കിട്ടി. TW നമുക്ക് അറിയാം, അത് നമുക്ക് കിട്ടിയത് 39.89 എന്നാണ്. ഓക്കെ, സോ നമ്മൾ വീണ്ടും പോകുന്നു. ന്യൂട്രൽ ആക്സിസ് ഡെപ്തിൽ D/TW ലെസ് ദാൻ 84 എഫ്സിലോൺ ആണെന്നുണ്ടെങ്കിൽ, എഫ്സിലോൺ 1 ആയിട്ട് പോകും. സോ ലെസ് ദാൻ 84 ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സെക്ഷൻ, 105നും 84നും ഇടയിലാണെങ്കിൽ കോമ്പാക്റ്റ് ആണ്, 126 ആണ്. അപ്പോൾ നമുക്ക് 34 സംതിങ് ആണ് കിട്ടിയത്. സോ അത് 84നേക്കാൾ ചെറുതാണ്. സോ സെക്ഷൻ ഈസ് പ്ലാസ്റ്റിക്. അപ്പോൾ രണ്ട് കണ്ടീഷൻ അനുസരിച്ചിട്ടും നമ്മൾ എന്താണ്? സെക്ഷൻ പ്ലാസ്റ്റിക് എന്നാണ് തന്നെയാണ് വന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് നോക്കിയപ്പോൾ പ്ലാസ്റ്റിക്കും, സെക്കൻഡ് കണ്ടീഷൻ നോക്കിയപ്പോൾ നമുക്ക് കോമ്പാക്റ്റും ആണ് വന്നിരുന്നെങ്കിലോ നമ്മൾ പ്ലാസ്റ്റിക് സെക്ഷൻ എടുക്കും. ഓക്കെ, കാരണം ഇത് പ്ലാസ്റ്റിക്, കോമ്പാക്റ്റ്, സെമി കോമ്പാക്റ്റ്, ഇത് ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഫേവറസും കൂടിക്കൂടിയാണ് പോകുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ പ്ലാസ്റ്റിക്, പിന്നെ കോമ്പാക്റ്റ്, പിന്നെ സെമി കോമ്പാക്റ്റ്. നമ്മളെപ്പോഴും അൺഫേവറബിൾ കണ്ടീഷൻ വേണം ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ഏറ്റവും ഫേവറബിൾ കുറവെന്ന് പറയുന്നത് പ്ലാസ്റ്റിക്. അതായത് പ്ലാസ്റ്റിക്കും കോമ്പാക്റ്റും വരികയാണെങ്കിൽ അൺഫേവറബിൾ കണ്ടീഷൻ പ്ലാസ്റ്റിക് ആയിരിക്കും. സോ പ്ലാസ്റ്റിക് എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, സോ രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമ്മുടെ സെക്ഷൻ എന്താണെന്ന് നമുക്ക് കിട്ടി? പ്ലാസ്റ്റിക് ആണെന്ന് കിട്ടി. ഓക്കെ, സോ ഇനി ഒരു മൂന്നാമതൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. അതായത് D/TW ലെസ് ദാൻ 67 എഫ്സിലോൺ ആണെന്ന് നോക്കണം. സോ എന്താണ്? വെബിൽ ഷിയർ ബക്ലിംഗ് വരില്ല എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ D/TW എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ 67 എഫ്സിലോണിൽ ചെറുതാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് എന്ന് പറയുന്നത് ഷിയർ ബക്ലിങ്ങിന് സക്സെപ്റ്റബിൾ ആവില്ല എന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എഴുതി വെച്ചിരുന്നാൽ മതി. ഗ്രേറ്റർ ദാൻ 67 എഫ്സിലോൺ ആണെങ്കിൽ ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു ഷിയർ ബക്ലിങ്. ലെസ് ദാൻ 67 എഫ്സിലോൺ ആണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ടു ഷിയർ ബക്ലിങ്. അതും കൂടെ എഴുതി വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ചെക്ക് ഫോർ ഷിയർ.
ഓക്കെ, ഈ മൂന്നാമത്തെ കണ്ടീഷൻ നിങ്ങളുടെ കോഡിൽ ഈ പേജ് നമ്പർ, അതായത് ടേബിൾ നോക്കുന്നതിൽ തന്നെ അതായത് 3 നോട്ട്സിൽ 3ൽ പറഞ്ഞിട്ടുണ്ട്. വെബ് ഷോൾഡ് ബി ചെക്ഡ് ഫോർ ഷിയർ ബക്ലിംഗ് ഇൻ അക്കോർഡൻസ് വിത്ത് വെയർ D/TW ആണ്, ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 67. ഇതാണെങ്കിൽ എന്താണ് വെബ് ഈ ബക്ലിംഗ് വരും. ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട്സ് അക്സെപ്റ്റബിൾ ടു വെബ് ബക്ലിംഗ്. ലെസ് ദാൻ ആണെങ്കിൽ നോട്ട്സ് അക്സെപ്റ്റബിൾ ടു വെബ് ബക്ലിംഗ് എന്ന് എഴുതാം. ഓക്കെ, സോ നമ്മളുടെ എന്താണ് സെക്ഷൻ ക്ലാസിഫിക്കേഷനായി. ഇനി നമ്മൾ മൊമെൻറ്റും ഷിയറും എല്ലാം ചെക്ക് ചെയ്യണം അല്ലേ. സോ ചെക്ക് ഫോർ ഷിയറിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന VD എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ V അല്ലേ. നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് VD കാൽക്കുലേറ്റ് ചെയ്യണം. ആ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച Vയേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടീഷൻ സേഫ് ആണെന്നാണ് അർത്ഥം. സോ നമുക്ക് കിട്ടിയ V എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത V എന്ന് പറയുന്നത് എത്രയാണ്, 115 kN ആണ്. ഓക്കെ, 150 kN ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച V എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച V ഉണ്ട്. പിന്നെ നമ്മളുടെ ഇക്വേഷൻ, അതായത് പേജ് നമ്പർ 53 അനുസരിച്ചിട്ട് പേജ് നമ്പർ 59 അനുസരിച്ചിട്ട് നമുക്ക് VD കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വേഷൻസ് എല്ലാം നിങ്ങളുടെ കോഡിൽ തന്നെ ഉണ്ട്. VD ഈസ് ഈക്വൽ ടു VN/Γ/m0. VN എന്ന് പറയുന്നത് ഈക്വൽ ടു VP ആണ്. VP ഈക്വൽ ടു AV/FIW ഡിവൈഡഡ് ബൈ √3. ഓക്കെ, ആൻഡ് ഞാൻ ഇതിൽ പറഞ്ഞു AV എന്ന് വെച്ചാൽ ഷിയർ ഏരിയ ആണ്. ഷിയർ ഏരിയ എന്ന് പറയുന്നത് ഒരു ഐ സെക്ഷൻ, കഴിഞ്ഞ വീഡിയോ ഒന്ന് നോക്കുക, അതിലെങ്ങനെയാണ് വന്നതെന്നുണ്ട്. അതായത് നമ്മളുടെ ഇതാണ് ഐ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഷിയർ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഇത്രയും ഏരിയയിലാണ്. ഇത്രയും ഏരിയയിലാണ് ഷിയർ സംഭവിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. സോ ഇതിൻ്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ടോട്ടൽ ഡെപ്ത്ത് നമുക്കറിയാം. ഇതൊന്നില്ലെങ്കിൽ H അല്ലെങ്കിൽ D ആയിട്ട് നമ്മൾ എടുക്കുന്നു, ക്യാപിറ്റൽ D ആയിട്ട് ടോട്ടൽ ഡെപ്ത്ത്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെബിൻ്റെ തിക്നെസ് തന്നെയല്ലേ ഇതെന്ന് പറയുന്നത്. സോ വെബിൻ്റെ തിക്നെസ് ഇൻറ്റു എന്തായിരിക്കും, ടോട്ടൽ ഹൈറ്റ് ആയിരിക്കും AV എന്ന് പറയുന്നത്. അത് നിങ്ങളിപ്പം H/TW അതങ്ങനെയാണ് വന്നത്. ആൻഡ് അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഡിൽ തന്നെ H/TW എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ H മാറിപ്പോവാതിരിക്കുക, ടോട്ടൽ ഡെപ്ത്താണ് ഉദ്ദേശിക്കുന്നത്. TW എന്താണ്, തിക്നെസ് ഓഫ് ദ വെബ്. അത് നമുക്ക് SP6 എന്നിട്ട് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഷിയർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, H എന്ന് പറയുന്നത് 350 ആണ്, TW എന്ന് പറയുന്നത് 7.4 ആണ്. അതങ്ങനെ കിട്ടി. ആൻഡ് FYW എന്ന് പറയുന്നത് ഒന്നുമില്ല, ഈൽഡ് സ്ട്രെസ് 250 Nm/mm² ആണ്. അത് അവിടെ അപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ √3. ഓക്കെ, സോ VP നമുക്ക് ന്യൂട്ടണിൽ കിട്ടും. ആൻഡ് ഡിവൈഡഡ് ബൈ Γ/m0 101 കിട്ടുമ്പോൾ നമുക്ക് VDയുടെ വാല്യൂ കിട്ടും. ഓക്കെ, സോ അത് നമുക്ക് കിട്ടുന്നത് ന്യൂട്ടണിലായിരിക്കും. ഇൻറ്റു 10⁻³ ചെയ്ത് kN അപ്പോൾ 339 കിട്ടും. സോ അത് ഗ്രേറ്റർ ദാൻ V അല്ലേ. VD എന്ന് പറയുന്നത് നമുക്ക് കിട്ടി, അത് V 150 ഉള്ളൂ, നമ്മുടെ VD കിട്ടി 339 ആണ്. സോ VD ഗ്രേറ്റർ ദാൻ V ആയതുകൊണ്ട് തന്നെ കണ്ടീഷൻ സേഫ് ആണ്. ഓക്കെ, സോ നമ്മൾ ഷിയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് എന്തായിരുന്നു പറഞ്ഞത്, ലോ ഷിയർ വാല്യൂ ആണോ ഹൈ ഷിയർ വാല്യൂ ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. സോ ലോ ഷിയർ വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് V ലെസ് ദാൻ 0.6 VD ആണ് എന്നുണ്ടെങ്കിൽ ലോ ഷിയറും, V ഗ്രേറ്റർ ദാൻ 0.6 VD ആണെന്നുണ്ടെങ്കിൽ ഹൈ ഷിയറും ആണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഡിസൈൻ സ്റ്റെപ്സ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം പ്രോബ്ലം നോക്കാവൂ, അപ്പം ഡൗട്ട് വരില്ല. ഓക്കെ, പേജ് നമ്പറും കോഡും വെച്ചിട്ട് ആദ്യം ഡിസൈൻ സ്റ്റെപ്സ് എല്ലാം തറോ ആക്കുക. ഏതൊക്കെ ഇക്വേഷൻ എവിടെയൊക്കെ വരുന്നു, എങ്ങനെ വന്നാലാണ് സേഫ് കണ്ടീഷൻ, ഇതെല്ലാം നോക്കിയതിന് ശേഷം പ്രോബ്ലംസ് നോക്കുക. ഓക്കെ, സോ V എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 0.6 VD ആണ് എന്നുണ്ടെങ്കിൽ ലോ ഷിയർ കണ്ടീഷൻ ആയിരിക്കും അല്ലേ. സോ 0.6 VD നമുക്ക് നോക്കാം. 0.6 ഇൻറ്റു VD എന്ന് പറയുന്നത് 339.84 ആണ്. സോ 203 ആണ് നമുക്ക് കിട്ടിയത്. നമ്മളുടെ V എന്ന് പറയുന്നത് എത്രയാണ്, 150 ആണ് അല്ലേ. സോ V ലെസ് ദാൻ 0.6 VD ആണ്. സോ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലോ ഷിയർ കണ്ടീഷനാണ് അല്ലേ. സോ ലോ ഷിയർ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ചെക്ക് ഫോർ മൊമെൻ്റ് ആണ് അല്ലേ. അതായത് നമ്മളുടെ ഇപ്പം ഡിസൈൻ സ്റ്റെപ്സ് നമ്മൾ ഫസ്റ്റ് എഴുതിയില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോ ഷിയർ ആണോ ഹൈ ഷിയർ ആണോ എന്ന് ചെക്ക് ചെയ്യും. ലോ ഷിയർ ആണെങ്കിൽ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ പേജ് നമ്പർ 53 അനുസരിച്ചും, ഹൈ ഷിയർ ആണെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 17 കിട്ടുന്ന MD വാല്യൂ വെച്ചിട്ടായിരുന്നു നമ്മൾ ഡിസൈൻ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇപ്പം നമുക്ക് കിട്ടിയത് ലോ ഷിയർ ആണ്. ലോ ഷിയർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പേജ് നമ്പർ 53 അനുസരിച്ചിട്ടുള്ള MD വാല്യൂ എഴുതും അല്ലേ.
സോ നമ്മൾ പേജ് നമ്പർ 3 അനുസരിച്ചിട്ടുള്ള എം ഡി വാല്യൂ ആണ് എഴുതുന്നത്. എം ഡി ഈസ് ഈക്വൽ ടു ബീറ്റ ബി ഇൻറ്റു ഇസഡ് പി എഫ് വൈ ബൈ ഗാമ എം നോട്ട്. ഓക്കെ, ആൻഡ് അവിടെ ബീറ്റ ബിയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, നിങ്ങളുടെ കോഡിനകത്ത് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് പേജ് നമ്പർ 53, പേജ് നമ്പർ 53ൽ ഓക്കെ, പേജ് നമ്പർ 53ൽ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ബീറ്റയുടെ വാല്യൂ 1 ഫോർ പ്ലാസ്റ്റിക് ആൻഡ് കോമ്പാക്ട് സെക്ഷൻ, പ്ലാസ്റ്റിക് സെക്ഷനോ കോമ്പാക്ട് സെക്ഷനോ വരുവാണെങ്കിൽ ബീറ്റയുടെ വാല്യൂ 1, ആൻഡ് സെമി കോമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇസഡ് ഇ ബൈ ഇസഡ് പി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എന്താണ്, നമുക്കിവിടെ പ്ലാസ്റ്റിക് സെക്ഷൻ ആണെന്ന് നമ്മൾ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്പ് 3ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോറി സ്റ്റെപ്പ് 4ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇവിടെ 1 ആണ് ബീറ്റ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ബീറ്റ ബിയുടെ വാല്യൂ 1 ആയിട്ട് എടുത്തു. ആൻഡ് എഫ് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 250 ആണ്. ആൻഡ് ഇസഡ് പി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. ഓക്കെ, അത് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ കോഡിന് ഇസഡ് പി ഇസഡ് 850 1.11 × 10³ mm³, അത് നമ്മൾ അനെക്സൈസിൽ നോക്കിയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ ആ വാല്യൂസ് അവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാം കൊടുക്കുമ്പോൾ 193.43 എന്ന് കിട്ടി. നമ്മളുടെ എം വാല്യൂവിനേക്കാൾ എം ഡി ഗ്രേറ്റർ ദാൻ എം ആണെങ്കിൽ സേഫാണ്. എം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് 187.5. സോ നമ്മുടെ എം വാല്യൂ എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലാണ്, 187.5 kN/m കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടീഷൻ സേഫാണ്. ഓക്കെ, സോ ഇനി ഒരു കണ്ടീഷനും കൂടെ മൊമെൻറ്റ് ഉണ്ടായിരുന്നല്ലോ, അതായത് ഇറിവേഴ്സിബിൾ ഡീഫോർമേഷനും കൂടെ ചെക്ക് ചെയ്യാം. അതായത് എം ഡി ലെസ് ദാൻ 1.2 ഇസഡ് ഡി എഫ് ഐ ബൈ ഗാമ എം നോട്ട്, എങ്കിലേ നമുക്ക് എന്താവുള്ളൂ, സേഫ് ആവത്തുള്ളൂ. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ ഡിസൈൻ സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇക്വേഷനും എന്തിലുണ്ടായിരുന്നു, നിങ്ങളുടെ കോഡിൽ പേജ് നമ്പർ 53ൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഇക്വേഷൻ. സോ എം ഡി ലെസ് ദാൻ 1.2 ഇൻറ്റു ഇസഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്, അത് നമുക്ക് അനക്സിച്ച് നിന്ന് കിട്ടും. എഫ് ഐ 215, ഗാമ എം നോട്ട് 1.1. സോ കിട്ടുന്ന വാല്യൂ എം ഡിയേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ സേഫാണ്. അതായത് എം ഡി ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ ആ പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത ചെക്ക്. അപ്പോൾ ചെക്ക് ഫോർ മൊമെൻറ്റ് കഴിഞ്ഞു, ചെക്ക് ഫോർ ഷിയറായി, മൊമെൻറ്റായി, ദെൻ അടുത്തത് ഡിഫ്ലക്ഷൻ അല്ലേ. സോ നമ്മൾ പറയുന്നത് നമ്മുടെ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ട്. അപ്പം ഈ മാക്സിമം ഡിഫ്ലക്ഷൻ ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ എന്താണ്, പെർമിസിബിൾ ഡിഫ്ലക്ഷൻ ആയിരിക്കണം അല്ലേ. ആദ്യം പെർമിസിബിൾ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ L/300 ആണ്. ഓക്കെ, എല്ലിൻ്റെ വാല്യൂ 5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. 5 × 10³ ഡിവൈഡഡ് ബൈ 300 16.67 mm എന്ന് കിട്ടി. ഓക്കെ, ദെൻ മാക്സിമം ഡിഫ്ലക്ഷൻ നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യു ഡി എൽ ആയിരുന്നു ലോഡ് എന്ന് പറയുന്നത് അല്ലേ. സോ യു ഡി എൽ ആകുമ്പം സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യു ഡി എല്ലിൻ്റെ എന്തെന്ന് പറയുന്നത് മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 5W(L⁻⁴) ഡിവൈഡഡ് ബൈ 384 EA ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾക്ക് കുറച്ച് തെറ്റാനല്ല, നിങ്ങളുടെ യൂണിറ്റ് കൺവേർഷൻസ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു സ്റ്റെപ്പാണ്. സോ ഇതിൽ നിങ്ങളിവിടെ W കൊടുക്കുന്നത് ഫാക്ടേർഡ് ലോഡ് ആയിരിക്കരുത്, വർക്കിംഗ് ലോഡ് ആയിരിക്കണം. ശ്രദ്ധിക്കുക, മാക്സിമം ഡിഫ്ലക്ഷൻ ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യു ഡി എൽ, അതിൻ്റെ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ എന്താണ്, 5W(L⁻⁴) ഡിവൈഡഡ് ബൈ 384 EA. ഇവിടെ ഈ W നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട W എന്ന് പറയുന്നത് എന്തായിരിക്കണം, വർക്കിംഗ് ലോഡ് ആയിരിക്കണം. ഫാക്ടേർഡ് ലോഡ് കൊടുക്കണ്ട, വർക്കിംഗ് ലോഡ് ആയിരിക്കണം നിങ്ങളിവിടെ കൊടുക്കേണ്ട W എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, ഈ ബീംസിൻ്റെ സ്റ്റീൽ സെക്ഷൻ്റെ ബീംസ് ചെയ്യുമ്പോൾ മാത്രം 5W(L⁻⁴) ഡിവൈഡ് ബൈ 384 EAയിൽ W നിങ്ങൾ കൊടുക്കേണ്ട വാല്യൂ വർക്കിംഗ് ലോഡാണ്, ഫാക്ടേർഡ് ലോഡ് അല്ല. സോ 5/384 ഇൻറ്റു 14. ഓക്കെ, ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഫാക്ടേർഡ് ലോഡ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത്. ഇപ്പം ലോഡിൽ 16 kN/m ഫാക്ടേർഡ് ലോഡ്, നമ്മുടെ വർക്കിംഗ് ലോഡ് 14 kN/m. അപ്പോൾ നമ്മൾ 14 ആണ് കൊടുക്കേണ്ടത് അല്ലേ. ഓക്കെ, 14 ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. സോ 14 ഇൻറ്റു ലെങ്ത്ത് 5 മീറ്റർ ആണ്. സോ ആ മീറ്ററിനെ എമ്മിലോട്ടാക്കിയതാണ് 5 × 10³ ((4))4. ഓക്കെ,
ഇനി ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന 10 ക്യൂബ് ഇൻറ്റു 10⁻⁻⁻⁻ അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് കിലോ ന്യൂട്ടൺ പെർ മീറ്ററിന് ന്യൂട്ടൺ MM ആക്കിയതാണ് ഇൻറ്റു 10 ക്യൂബ് ഇൻറ്റു 10⁻⁻⁻. അത് ഓട്ടോമാറ്റിക്കലി കട്ടായി പോയിക്കോളും. സോ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ എല്ലിനെ എന്തിലോട്ടാക്കി കൺവേർട്ട് ചെയ്താൽ മതി, അതായത് മീറ്ററിനെ MM കൺവേർട്ട് ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ 384 ഇൻറ്റു യങ്സ് മോഡുലസ്, അതായത് 2 ഇൻറ്റു 10⁻⁵. സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് 2 ഇൻറ്റു 10⁻⁵ ഇൻറ്റു ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 13158.3 ഇൻറ്റു 10⁻⁴. ഓക്കെ, അത് നിങ്ങൾ എവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം? ഇവിടെ നിങ്ങൾക്ക് IZ വാല്യൂ അത് നിങ്ങൾക്കുണ്ട്, അതാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. ഓക്കെ, 131.58.3 ഇൻറ്റു 10⁻⁴ MM⁻⁴ ഹയറായിട്ട് വന്ന വാല്യൂ. ഓക്കെ, സോ അതവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ 12.369 mm ആണ്. സോ ദാറ്റ് ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ പെർമിസിബിൾ വാല്യൂ. സോ സേഫ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് 9. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? വെബ് ബിയറിംഗ് ആണ്. ഓക്കെ, വെബ് ബിയറിങ്ങിൻ്റെ ഇക്വേഷൻ 67 FW വിൽ ബി ഈക്വൽ ടു B പ്ലസ് N2 TW FYW ഡിവൈഡ് ബൈ ഗാമ M0. B1ൻ്റെ വാല്യൂ ക്വസ്റ്റ്യന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 100 ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എടുത്ത് എഴുതാം. ഇവിടെ ഞാൻ അസ്യൂം ചെയ്ത് 100 ആയിട്ട് എഴുതി. ആൻഡ് N2 ഇസ് ഈക്വൽ ടു 2.5 TF പ്ലസ് R1 ആയിരുന്നു. TFൻ്റെ R1ൻ്റെയും വാല്യൂ നമുക്കറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതെന്ന് പറയുന്നത് ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ നമ്മുടെ വിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം. FW എന്ന് പറയുന്നത് ഗ്രീനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ സേഫ് ആണ്, നമുക്ക് സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നും കൂടെ എഴുതി വയ്ക്കാം. ഓക്കെ, ഇനി ഹൈ ഷിയർ ആണെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ വന്നേനെ, വെബ് ക്രിപ്ലിങ്ങിൻ്റെ സ്റ്റെപ്പും കൂടെ വന്നേനെ. ഇവിടെ നമുക്ക് ലോ ഷിയർ കേസ് ആയിരുന്നു, സോ ആ സ്റ്റെപ്പ് വേണ്ട. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം, സിമ്പിളാണ്, നിങ്ങൾക്ക് ഡൗട്ട്സ് വരേണ്ട പോർഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്യാം, യൂണിറ്റ് മാറ്റുന്നത് ഒന്ന് ശ്രദ്ധിക്കുക, അത് മാത്രമേ ഉള്ളൂ ഈ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയെല്ലാം സിമ്പിളാണ്. നിങ്ങൾ ടിമ്പറിൻ്റെ ബീം സെക്ഷൻ പഠിച്ച പോലെ തന്നെ ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്തു വന്നാൽ അതേ രീതിയിൽ അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. ആദ്യത്തെ സ്റ്റെപ്പിൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം, ആൻഡ് സെക്കൻഡിൽ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും. ഇതിലും നിങ്ങൾക്ക് തെറ്റുന്നത് യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് UDയിൽ കിലോ ന്യൂട്ടനിലൊക്കെ തരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്, അല്ലാത്ത ബാക്കിയെല്ലാം സിമ്പിൾ തന്നെയാണ്. ഓക്കെ, സോ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് WL²/8 ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ഷിയർ ഫോഴ്സ് WL/2 ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ പ്ലാസ്റ്റിക് സെക്ഷൻ എടുക്കുന്നു, സെക്ഷൻ ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നു, ഷിയർ ചെക്ക് ചെയ്യുന്നു, ആൻഡ് ലോ ഷിയർ ആണോ ഹൈ ഷിയർ ആണോ എന്ന് നോക്കുന്നു, മൊമെൻറ്റ് ചെക്ക് ചെയ്യുന്നു. അതിന് ലോ ഷിയറിന് മൊമെൻറ്റ് ചെയ്യുമ്പോൾ ലോ ഷിയറിനും ഹൈ ഷിയറിനും വേറെ വേറെ ഇക്വേഷൻസ് ആണ്. ചെക്ക് ചെയ്തിട്ട് ലോ ഷിയർ ആണെങ്കിൽ ലോ ഷിയറിൻ്റെ ഇക്വേഷൻ ഇടുക, ഹൈ ഷിയർ ആണെങ്കിൽ ഹൈ ഷിയറിൻ്റെ ഇക്വേഷൻ ഇടുക. ആൻഡ് അടുത്തത് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ, ദെൻ ചെക്ക് ഫോർ വെബ് ബിയറിംഗ്. ഓക്കെ, ദെൻ അടുത്ത ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് സ്റ്റീൽ ജോയിസ്റ്റ് ഓഫ് 4 meter effective span ഈസ് laterally supported throughout. It carries a total UDL of 14 kN inclusive of self weight. Design an appropriate section, use steel of grade 410. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ് നമുക്ക് വേണ്ടത്? UDL ആണ് അല്ലേ. UDL എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ലോഡ് കാൽക്കുലേഷൻ. അപ്പം നമുക്ക് ലോഡ് ഡയറക്റ്റായിട്ട് ഒറ്റ ലോഡ്, അതായത് സെൽഫ് വെയ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരൊറ്റ ലോഡ് നമുക്ക് UDL 14 kN എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫാക്ടേർഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഇനി നമുക്കൊരു കാര്യം അറിയാം, നമുക്ക് UDL വേണ്ടത് യൂഷ്വലി kN/m, അതായത് അതിലായിരിക്കും നമുക്ക് UDL തരുന്നത് അല്ലേ. സോ ഇവിടെ നമുക്ക് കിലോ ന്യൂട്ടനിലാണ് UDL തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് ഈ ഒരേ ഒരു വ്യത്യാസമുള്ളൂ യൂണിറ്റിൻ്റെ. അതായത് നമുക്ക് യൂഷ്വലി UDL തരുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത് സം ലോഡ് ന്യൂമറിക്കൽ വാല്യൂ, അതായത് സം ലോഡ് kN/m ഇവിടെ നമുക്ക് കിലോ ന്യൂട്ടനിലാണ് തന്നിട്ടുള്ളത്. അതായത് ഓൾറെഡി ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൊരു വാല്യൂ ആണ് നിങ്ങൾക്കിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, കാരണം കിലോ ന്യൂട്ടനിലാണ് നിങ്ങൾക്കിവിടെ ലോഡ് തന്നിട്ടുള്ളത് 14 kN. സോ അതായത് WL ആണ് നിങ്ങൾക്കിവിടെ തന്നിട്ടുള്ളത്, W അല്ല.
മനസ്സിലായോ? അതായത് നമുക്ക് യൂഷ്വലി 14 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലാണ് UDL തന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കിലോ ന്യൂട്ടണിലാണ് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ലെങ്ത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അതാണ് WLൻ്റെ വാല്യൂ ആണ് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, Wൻ്റെ വാല്യൂ അല്ല. ഓക്കെ, സോ WLൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുള്ളത്. ഓക്കെ, സോ അപ്പം നമുക്ക് WL ആണ് എന്തെന്ന് പറഞ്ഞ് എഴുതേണ്ടത്, 16 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. ഓക്കെ, ഫാക്ടേർഡ് ലോഡ്. സോ അത് മാത്രമേ ഉള്ളൂ ഇവിടെ വ്യത്യാസം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ബെൻഡിങ് മൊമെൻറ്റ് എന്ന് വെച്ചാൽ WL²/8 അല്ലേ. അപ്പം WL²/8 എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ഈ W നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള WL ആണ് നമുക്ക് എന്തെന്ന് ഓൾറെഡി വാല്യൂ 60 ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഒരു എല്ലേ ഉള്ളൂ അല്ലേ. അതായത് നമുക്ക് WL × L/8 ആണ് ഈ WL²/8 എന്ന് പറയുന്നത്. ഈ WL ആണ് നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന 16 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലെങ്ത് ഉണ്ടെങ്കിൽ 16 × 4/8 ആണ്. 16 × 4²/8 ചെയ്ത് വെക്കരുത്. ഓക്കെ, കാരണം നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുള്ളത് ഒരു ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ലോഡാണ്. WL ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി WL പോയ ഒരു എല്ലേ ഇവിടെ ബാക്കിയുള്ളൂ. ഓക്കെ, സോ WL × L / 8 ആണ്. കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, നമുക്ക് UDL ഇവിടെ ലെങ്ത് കൊണ്ട് ഒരു തവണ മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇവിടെ തന്നിട്ടുള്ളത് ലോഡ്. ഓക്കെ, സോ അപ്പം ഒരു ലെങ്ത് കൊണ്ട് ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ L² ഒരു ലെങ്ത് ഓൾറെഡി പോവുകയാണെങ്കിൽ ബാക്കി ഒരു L. സോ WL × L/8. So 16 × 4/8. Hope you understand. Doubt ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് W × L/2. L കൊണ്ട് മൾട്ടിപ്ലൈ ആണോ വേണ്ട, നമുക്ക് ഓൾറെഡി WLൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. സോ അത് 60 / 2 എന്ന് ചെയ്യാം. ഓക്കെ, 60 × 4/2 എന്ന് ചെയ്ത് വയ്ക്കരുത്, 60 / 2, കാരണം WLൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഇത് മാത്രമേ ഉള്ളൂ ബാക്കി ക്വസ്റ്റ്യൻ മറ്റ് പ്രോബ്ലംസുമായിട്ടൊരു ഡിഫറൻസ് വന്നത്. ബാക്കിയെല്ലാം സെയിം പോലെ തന്നെയാണ്. ഓക്കെ, അതായത് കാൽക്കുലേഷൻ ഓഫ് പ്ലാസ്റ്റിക് സെക്ഷൻ ആണ് ZPZ = m(γ)m0 / Fy. എമ്മിൻ്റെ വാല്യൂ ബെൻഡിങ് മൊമെൻറ്റ് 13 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. 13 × 10⁶ കിലോ ന്യൂട്ടൺ മീറ്ററിനെ ന്യൂട്ടൺ mmലോട്ടാക്കാൻ × 101 / 250 3 mm³ കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യാം, പേജ് നമ്പർ അനെക്സിലോട്ട് പോവാം. ഇതിന് cm³ എന്ന് പറയുമ്പോൾ 132 cm³ എന്ന് കിട്ടും. അതിന് ഹയർ ആയിട്ടുള്ളൊരു സെക്ഷൻ ചൂസ് ചെയ്യാം. എന്നിട്ട് അവിടെയുള്ള എല്ലാ വാല്യൂസും എഴുതുക. ദെൻ SP6 പോയിട്ട് ISLB 200ൻ്റെ IZZ വാല്യൂവും IYYയും ചൂസ് ചെയ്യുക. R1 എടുക്കുക, ചൂസ് ചെയ്യല്ല R1 എടുക്കുക. ഓക്കെ, ISLB അല്ലെങ്കിൽ ISMB ഈ രണ്ട് സെക്ഷൻസ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. ബാക്കി സെക്ഷൻസ് ഒന്നും അങ്ങനെ എടുക്കണ്ട, HB ഒന്നും എടുക്കണ്ട. നമ്മൾ ISLBയോ MBയോ മീഡിയം അല്ലെങ്കിൽ ലാർജ് എടുക്കുക. ഓക്കെ, സോ ഓക്കെ, ഈ സെക്ഷൻസ് എല്ലാം എഴുതുക. അടുത്ത സ്റ്റെപ്പ് എന്താ, സെക്ഷൻ ക്ലാസിഫിക്കേഷൻ അല്ലേ. അപ്പം എന്താണ് B/TF കൊടുക്കാം. 6 B = BF/2 ആൻഡ് B/TF അല്ലേ. അതിൽ B നമുക്ക് BF/2 ചെയ്തു, TF നമുക്ക് ഓൾറെഡി അറിയാം 6.841. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്താണ് 9.4 എപ്സിലോണിനേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ പ്ലാസ്റ്റിക് ആയിരുന്നു. അടുത്തത് D/TF. D = എന്താണ്, സ്മോൾ d = ക്യാപിറ്റൽ D അല്ലെങ്കിൽ ഹൈറ്റ്. എന്നാലും ടോട്ടൽ ഡെപ്ത് ആണ് ഉദ്ദേശിക്കുന്നത്, -2 × TF + R1. ഓക്കെ, ദെൻ D/TF നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അവിടുത്തെ കണ്ടീഷനിൽ ആദ്യത്തെ കണ്ടീഷൻ 84 എപ്സിലോണിനേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ പ്ലാസ്റ്റിക് ആണെന്നായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അതായത് നമ്മളുടെ ഇവിടെ B/TF എന്ന് പറയുന്നത് ഇതായിരുന്നു ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 9.4നേക്കാൾ ചെറുതായിട്ട് ഉള്ള വാല്യൂ ആണ് കിട്ടിയത്. സോ നമ്മൾ പ്ലാസ്റ്റിക്കിൽ നിന്ന് എടുത്തു. രണ്ടാമത്തെ കണ്ടീഷൻ ഈ ന്യൂട്രൽ ആക്സിസ് അറ്റ് മിഡ് ഡെപ്ത് എന്ന് പറയുന്നത് D/TW, അത് 84 എപ്സിലോണിനേക്കാൾ ചെറിയൊരു വാല്യൂ ആണ് കിട്ടിയത്. സോ സെക്ഷൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സെക്ഷൻ ആയിട്ട് ചൂസ് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ മൂന്നാമത്തെ കണ്ടീഷൻ വെബ് ക്രിപ്ലിങ്ങിൻ്റെ കണ്ടീഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ,
So d by TW 67 എപ്സിലോണിനേക്കാൾ ചെറുതാണ്. So we can say that web is not susceptible to shear buckling. Okay, സെക്ഷൻ പ്ലാസ്റ്റിക് ആണെന്ന് കിട്ടി. അതിന് ശേഷം ചെക്ക് ഫോർ ഷിയർ അല്ലേ, ചെക്ക് ഫോർ ഷിയർ എഴുതുക. അതായത് നമുക്ക് V is equal to 13 ആണ്. ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് VD is equal to VN by gamma m0 and VN is equal to VP is equal to AV into FIW by root 3. Okay, AVയുടെ ഇക്വേഷൻ H into TW. H എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെപ്ത്, TW നമുക്കറിയാം, ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വി പിയിൽ നമുക്ക് AV അറിയാം, FIW എന്ന് പറയുന്നത് 215 √3, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്ടൺസിൽ ആൻസർ കിട്ടും. ഇൻറ്റു 10⁻³ ചെയ്തുമ്പോൾ നമുക്ക് കിലോ ന്യൂട്ടണിൽ കിട്ടും. ദെൻ VD is equal to VN by gamma m0. ഓക്കെ, അത് എന്താണ് ഇപ്പോൾ കിട്ടുന്ന VD എന്ന് പറയുന്നത് എന്തിനേക്കാൾ വലുതായിരിക്കണം, നമ്മളുടെ Vയേക്കാൾ വലുതായിരിക്കണമെങ്കിൽ സേഫാണ് അല്ലേ. ഷിയറിൻ്റെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ലോ ഷിയർ ആണോ ഹൈ ഷിയർ ആണോ എന്ന് നോക്കും. V less than 0.6 VD ആണെങ്കിൽ ലോ ഷിയർ ആണ്. അപ്പോൾ 0.6 VD ചെക്ക് ചെയ്യണം. VD നമുക്ക് മുമ്പത്തെ സ്റ്റെപ്പിൽ നിന്ന് കിട്ടും. ഇൻറ്റു 0.6 ചെയ്യുമ്പോൾ 0.6 VD കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് 85.03 ആണ് കിട്ടിയത്. അപ്പോൾ Vയേക്കാൾ വലിയ വാല്യൂ ആണ്, സോ ലോ ഷിയർ. ദെൻ ചെക്ക് ഫോർ മൊമെൻറ്റ് അല്ലേ. അപ്പം ലോ ഷിയർ ആണെങ്കിലുള്ള മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് പേജ് 53 നമുക്ക് എഴുതാം. പ്ലാസ്റ്റിക് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ βB 1 ആണ്. ZP സെക്ഷൻ മോഡുലസ് നമുക്കറിയാം. FY എന്ന് പറയുന്നത് 250 ഡിവൈഡ് ബൈ 1.1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 41.89 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. MD എമ്മിനേക്കാൾ വലുതായതുകൊണ്ട് തന്നെ കണ്ടീഷൻ സേഫാണ് അല്ലേ. ഇനി മൊമെൻറ്റിൽ തന്നെ നമ്മൾ ഇറിവേഴ്സിബിൾ ഡീഫോർമേഷനും കൂടെ ചെക്ക് ചെയ്യും. MD less than 1.2 ZD FY by gamma m0 ആണ് എന്നുണ്ടെങ്കിൽ സേഫ് ആണെന്നാണ് കണ്ടീഷൻ. സോ അത് ചെക്ക് ചെയ്തു. സോ MD എന്ന് പറയുന്നത് 41.89 ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 46 ലെസ് ദാൻ 46.281 കിലോ ന്യൂട്ടൺ മീറ്റർ. സോ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് സേഫാണ്. ഓക്കെ, ദെൻ ചെക്ക് ഫോർ ഡിഫ്ലക്ഷന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാം. ദെൻ ചെക്ക് ഫോർ ഡിഫ്ലക്ഷനിൽ തന്നെ നമ്മൾ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ L/300. ഓക്കെ, പെർമിസിബിൾ ഡിഫ്ലക്ഷൻ കൊടുത്തു 14 × 10³ ഡിവൈഡഡ് ബൈ 300. ദെൻ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 5W_L⁴ ഡിവൈഡഡ് ബൈ 384 × E × I അല്ലേ. 5/384 നമുക്കറിയാം. ഈ W എന്ന് പറയുന്നത് നമ്മൾ എന്താ കൊടുക്കേണ്ടത്, വർക്കിംഗ് ലോഡാണ് അല്ലേ. വർക്കിംഗ് ലോഡാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ ക്വസ്റ്റ്യൻ തന്ന 14 കിലോ ന്യൂട്ടൺ അല്ലേ. അപ്പം കിലോ ന്യൂട്ടനെ നമ്മൾ ന്യൂട്ടണിലോട്ടാക്കാനാണ് ഇൻറ്റു 10³ ചെയ്തത്. അവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പം തന്നിരിക്കുന്ന ലോഡ് ഇൻറ്റു എല്ലിനെ മാത്രം മാറ്റിയാൽ മതി. കാരണം അവിടെ നമ്മൾ കിലോ ന്യൂട്ടൺ മീറ്ററിന് നമ്മൾ കിലോ ന്യൂട്ടൺ പെർ മീറ്ററിനെ ന്യൂട്ടൺ പെർ mm ആക്കാനായിട്ട് നമ്മൾ അതായത് 10⁻³ × 10⁻³ ആണ് ചെയ്യുന്നത്. സോ അവിടെ ഓൾറെഡി അതങ്ങ് നെഗ്ലക്റ്റായി പൊക്കോളും. അതുകൊണ്ട് തന്നെ നമുക്കവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ കിലോ ന്യൂട്ടൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിന് ന്യൂട്ടണിലോട്ടാക്കാൻ 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, യൂണിറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ദെൻ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, ഇപ്പം അവിടെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അവിടെയും ആ യൂണിറ്റ് എഴുതി തന്നെ നോക്കുക. ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 4 ആണ്. ഇൻറ്റു 10³ ഹോൾ ക്യൂബ് ചെയ്തത് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം W × L⁴ ആണ് അല്ലേ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന W എന്ന് വെച്ചാൽ WL ആണ്. അപ്പോൾ ഇൻറ്റു എന്താണ് വരുന്നത്, L³ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ L³ ഇട്ടത്. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്തതുപോലെ. ദെൻ മാക്സിമം നമുക്ക് 9.827 കിട്ടി. മാക്സിമം ഡിഫ്ലക്ഷൻ ലെസ് ദാൻ പെർമിസിബിൾ വാല്യൂ ആയതുകൊണ്ട് തന്നെ സേഫാണ് കണ്ടീഷൻ. ഓക്കെ, ദെൻ അടുത്തത് ചെക്ക് ഫോർ വെബ് ബിയറിംഗ് ആണ്. ഓക്കെ, ബിയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെക്കാണ്. സോ നമ്മുടെ ഇക്വേഷൻ എഴുതുന്നു. B1 എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരുന്നു 100 mm. സോ N2 എന്ന് പറയുന്നത് 2.5 × TF+R1 ആണ്. അങ്ങനെ നമ്മൾ FW അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം FW കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് ഗ്രേറ്റർ ദാൻ V ആണെന്നുണ്ടെങ്കിൽ സേഫാണ്, വെബ് സ്റ്റിഫ്നെസ് കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. മറ്റതുപോലെ തന്നെയായിരുന്നു. ആകെ ഒരേ ഒരു വ്യത്യാസം, ഇവിടെ നമുക്ക് ലോഡ് തന്നിരുന്നത് കിലോ ന്യൂട്ടണിലാണ്. സാധാരണ UDയിൽ കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലാണ് നമുക്ക് തരുന്നത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് കിലോ ന്യൂട്ടണിലാണ് എന്ത് തന്നിരുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഓൾറെഡി ഒരു ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ, അതായത് കിലോ ന്യൂട്ടൺ മീറ്ററിനെ നമ്മൾ യൂഷ്വലി കിലോ ന്യൂട്ടണിലോട്ട് ആക്കാനായിട്ട് ഒരു ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ,
അപ്പം ഈ ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്ത് പോയിട്ട് അത് എന്തെല്ലാമായിപ്പോവും, കിലോന്യൂട്ടണിലാവുമായിരുന്നു. സോ അങ്ങനെയാണ് ആ ഡയറക്റ്റ് വാല്യൂ, അതായത് WL-ൻ്റെ വാല്യൂ ആണ് ഇവിടെ തന്നിരുന്നത്, W-ൻ്റെ വാല്യൂ അല്ല. സോ നമ്മളെപ്പോഴും ഇപ്പോൾ WL²/8 ആണെന്നുണ്ടെങ്കിൽ ഒരു ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓൾറെഡി WL ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കൊരു 3 പ്രോബ്ലംസും കൂടെ നോക്കാം. അതിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം അല്ലേ. താങ്ക് യു.